പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച് പർദീസായിലാക്കി. പർദീസായിലെ ദൈവസംസർഗത്തിന്റെ അനുഭവത്തിലാണ് മനുഷ്യർ ജീവിച്ചത്. അങ്ങനെ പർദീസായ ദൈവസംസർഗ അനുഭവത്തിൽ ജീവിച്ച മനുഷ്യർ പാപം വഴി പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ വീണ്ടും ദൈവസംസർഗ അനുഭവത്തിലേക്ക് പർദീസായിലേക്ക് ആനയിക്കുവാൻ വേണ്ടി ദൈവം നടത്തുന്ന ശ്രമങ്ങളുടെ കഥയാണല്ലോ വേദപുസ്തകം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. പഴയ നിയമത്തിൽ പിതാക്കന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും ഉൾപ്പെടെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഓരോരുത്തരും നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുന്നുണ്ട്. അതിന്റെ സമാപനത്തിലാണ് ദൈവം തന്റെ ഏകജാതനായ യേശുവിനെ ലോകത്തിലേക്ക് അയക്കുന്നത്. ആ യേശുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പരിശുദ്ധ ദേവമാതാവാണ്. യേശുവിനെ ഈ ലോകത്തിൽ അവതരിപ്പിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ദേവമാതാവിന്റെ ഉദരത്തെ രണ്ടാം സ്വർഗം എന്നാണ് വിശേഷിപ്പിക്കുക. പാപരഹിതയായ പരിശുദ്ധ അമ്മ യേശുവിനെ ഈ ലോകത്തിൽ അവതരിപ്പിച്ചു. അങ്ങനെ ലോകത്തിൽ അവതരിപ്പിച്ച പരിശുദ്ധ ദേവമാതാവിന്റെ ജീവിത വിശുദ്ധിയാണ് ദൈവത്തോട് ചേർക്കുവാൻ സഹായകമായ വിധത്തിൽ സ്വർഗാരോപണത്തിലേക്കും ആനയിക്കുന്നത്. പൗരഹിതയായ അമ്മയുടെ മരണം ദൈവത്തിന്റെ സ്വർഗത്തിലേക്കുള്ളതായ പ്രവേശനം കൂടിയായിട്ട് നാം കാണുന്നു. പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ ഭാഗമായി നാം നടത്തുന്ന പ്രാർത്ഥന, പ്രത്യേകിച്ച് വെങ്കീസോ പുസ്തകത്തിൽ ഉള്ളതായ പ്രാർത്ഥനയില് വളരെ പ്രത്യേകമായിട്ട് പറയുന്നതായ ഒരു വസ്തുത, യേശുവിനെ ലോകത്തിൽ അവതരിപ്പിച്ചു, ആ യേശുവിന് വേണ്ടി എല്ലാം ചെയ്തു എന്നുള്ളതല്ല മറിയത്തിന്റെ മഹിമ, മറിച്ച് വചനത്തോട് പരിശുദ്ധ കന്യക മറിയാം പ്രതിബദ്ധത പുലർത്തി എന്നുള്ളതാണ് പരിശുദ്ധ ദേവമാതാവിന്റെ മഹത്വം എന്ന് പ്രാർത്ഥനയിൽ നാം ഏറ്റുചൊല്ലുന്നുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് തന്നെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് പരിശുദ്ധ കന്യക മറിയാമിന്റെ മഹത്വം. യേശു തമ്പുരാൻ മറിയത്തെ കുറിച്ച് സംസാരിക്കുന്ന അവസരത്തിലും ഇത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുക. ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ നിന്നെ വഹിച്ചു ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞപ്പോൾ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് കൂടുതൽ ഭാഗ്യമുള്ളവർ എന്ന് യേശു തമ്പുരാൻ മറുപടി പറയുന്നു. തന്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണുവാൻ കാത്തു നിൽക്കുന്നു എന്ന് യേശുവിനെ അറിയിച്ചപ്പോഴും ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരങ്ങൾ എന്ന് ചോദിച്ചതിന് ശേഷം മറുപടിയായിട്ട് യേശു തമ്പുരാൻ പറയുന്നതും വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സുറിയാനി പാരമ്പര്യത്തിലെ പരിശുദ്ധ ദേവമാതാവിന്റെ വിവിധ തിരുനാളുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 2 തിരുനാളുകളാണ് വിത്തുകളെ പ്രതി പരിശുദ്ധ ദേവമാതാവിന്റെ തിരുനാൾ ജനുവരി 15 ആഘോഷിക്കുന്നതും കതിരുകളെ പ്രതി പരിശുദ്ധ ദേവമാതാവിന്റെ തിരുനാൾ മെയ് 15 ആഘോഷിക്കുന്നതും. ഇത് രണ്ടും വചനത്തെ സ്വീകരിച്ച് ആ വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന അമ്മയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അങ്ങനെ വചനത്തോട് പ്രതിബദ്ധത പുലർത്തി എന്നുള്ളതാണ് ദൈവസംസർഗത്തിന്റെ അനുഭവത്തിലുള്ള പരിശുദ്ധ കന്യക മറിയാമിന്റെ സവിശേഷത. ആ ദൈവസംസർഗ അനുഭവത്തിലേക്ക് പുനരാനയിക്കുന്നതായ വലിയ തിരുനാളാണ് സ്വർഗാരോപണ പെരുന്നാള്. 1950 പാശ്ചാത്യ സഭയിൽ ഇതൊരു വിശ്വാസ സത്യമായി പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് എങ്കിലും ആദിമ കാലഘട്ടം മുതൽ തന്നെ പൗരസ്ത്യ സഭയില്, പ്രത്യേകിച്ച് സുറിയാനി സഭയില് 15 ദിവസത്തെ നോയമ്പ് ആചരണത്തോടു കൂടി സ്വർഗാരോപണ പെരുന്നാൾ, ശൂനോയ പെരുന്നാൾ എന്ന പേരിൽ നാം ആഘോഷിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനയും നമ്മുടെ ആരാധന ക്രമത്തില് ക്രമീകരിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ഈ പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നതായ അവസരത്തില് പരിശുദ്ധ ദേവമാതാവിന്റെ ജീവിത വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കുവാൻ, വചനത്തോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തതായ അമ്മ പരിശുദ്ധ ദൈവസംസർഗത്തിന്റെ അനുഭവത്തിലാണ് ജീവിച്ചത് എന്ന്, ആ ദൈവസംസർഗത്തിന്റെ അനുഭവത്തിലേക്ക് പുനരാനയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടത് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈ വചനത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട്, വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ളതായ ഓർമ്മപ്പെടുത്തലായിട്ട്, പ്രത്യേകിച്ചും വചനവർഷം ആചരിക്കുവാനായിട്ട് മലങ്കരസഭ ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുന്നതായ അവസരത്തിൽ ഈ സ്വർഗാരോപണ പെരുന്നാൾ വചനത്തോട് പ്രതിബദ്ധത പുലർത്തുവാനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഈ ദിവസം തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നാം ആഘോഷിക്കുന്നു. ആ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും തിന്മയിൽ നിന്നുള്ളതായ ഒരു മോചനമാണ്.
അടിച്ചമർത്തലിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മെ അടിച്ചമർത്തുന്നത് തിന്മയാണ് എങ്കിൽ ആ തിന്മയിൽ നിന്നുമുള്ളതായ വിടുതലാണ് സ്വാതന്ത്ര്യം എന്നുകൂടി നമുക്ക് പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. സ്വാതന്ത്ര്യം ലഭിച്ച ഭാരതത്തില് ഇന്നും സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം ലഭിക്കുന്നില്ല എങ്കിൽ അതിന് വിഘാതമായി നിൽക്കുന്നതായ തടസ്സങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനും ഈ തിരുനാൾ ദിവസം നമ്മെ പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബദനിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെ സുവിശേഷതയോടാണ്. ധന്യൻ മാർ യൂവാനിയോസ് പിതാവ് ബദനിയെ സ്ഥാപിക്കുന്നത് 1919 ഓഗസ്റ്റ് മാസം 15 തീയതിയാണല്ലോ. ബദനിയുടെ തുടർച്ചയായിട്ട് ബദനി മഠം സ്ഥാപിച്ചത് 1925 എങ്കിലും ഈ ഓഗസ്റ്റ് 15 ബദനി സ്ഥാപിക്കപ്പെട്ടു. 25 ആരംഭിച്ചതായ മഠം ബദനി മഠത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുന്നതായ അവസരത്തില് ബദനി ആരംഭിക്കപ്പെട്ടതായ ഓഗസ്റ്റ് 15 ഈ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ഒരു ദിവസമാകട്ടെ. കൂടുതൽ പ്രാർത്ഥനയിലൂടെ കൂടുതൽ യേശുവിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കുവാനും ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥത വഴിയായി ധാരാളമായ ദൈവകൃപ അനുഭവിക്കുവാനായിട്ട്, ആ ദൈവകൃപയുടെ നിറവിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.